എനിക്ക് ഇവിടെ നിന്ന് വേറൊരു രാജ്യത്തേക്ക് പോകണം. അത് ഏത് രാജ്യമാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഏത് രാജ്യം സെലക്ട് ചെയ്യണമെന്ന് എങ്ങനെ തീരുമാനിക്കേണ്ടത്? ഞാൻ എന്ത് കോഴ്സ് പഠിക്കണം എന്നുള്ള തീരുമാനത്തിൽ നിന്നാണ് രാജ്യം സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ സ്റ്റുഡൻസ് അതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അവരുടെ ഒരു ഫ്രണ്ടോ റിലേറ്റീവോ ഉള്ള ഒരു കൺട്രി ആയിരിക്കാം ചിലപ്പോൾ അവർ ഓപ്റ്റ് ചെയ്യുന്നത്. ഒരു വിഭാഗം സ്റ്റുഡൻസ് ആ മേഖലയ്ക്ക് അവിടെ ഉള്ള അവർ പഠിക്കാൻ പോകുന്ന മേഖലയുടെ സാധ്യത ആ രാജ്യത്ത് എങ്ങനെയുണ്ട് എന്നുള്ള അന്വേഷണത്തിന് ശേഷമായിരിക്കാം ഓപ്റ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ പറയുവാണെന്നുണ്ടെങ്കിൽ ഇപ്പം IT കഴിഞ്ഞൊരു സ്റ്റുഡൻറ്റിന് അയർലൻഡിൽ തീർച്ചയായിട്ടും IT നല്ല രീതിയിലുള്ള സാധ്യത സ്കോപ്പ് ഉണ്ട്. അപ്പോൾ ആ പറയുന്ന പ്രോഗ്രാം അയർലൻഡിൽ അവർ ചെയ്യുന്നത് തന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടുത്തെ ഇൻഫോസിസിലോ അല്ലെങ്കിൽ ഇവിടെ മൈക്രോസോഫ്റ്റിന്റെ കമ്പനിയിലോ വർക്ക് ചെയ്തതിന് ശേഷം 3 വർഷം വർക്ക് ചെയ്തതിന് ശേഷം അയർലൻഡിൽ പോയി അവരവിടെ പഠിക്കാനായിട്ട് പോയാൽ ചിലപ്പോൾ ഇതേ എംപ്ലോയേഴ്സ് തന്നെ അവിടെ അവരെ ഹയർ ചെയ്യാനായിട്ട് താല്പര്യപ്പെട്ടേക്കാം. നല്ല എക്സ്പീരിയൻസ് ഇവിടെ നിന്നുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ അയർലൻഡിന് IT പഠിക്കാൻ പോകുന്ന ഒരു വിഭാഗമുണ്ട്. അപ്പം ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ഓൺ ഓപ്പർച്യൂണിറ്റി ചൂസ് ചെയ്യുന്ന കുട്ടികളുണ്ട്. ഇനി ഇതൊന്നുമല്ലാതെ ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് പോയാൽ മതി ചിന്തിക്കുന്നത് പോലെയുള്ള എനിക്ക് ഇവിടെ നിന്ന് വേറൊരു രാജ്യത്തേക്ക് പോകണം, അത് ഏത് രാജ്യമാണെങ്കിലും കുഴപ്പമില്ല. അപ്പൊ ചിലപ്പോൾ അഫോർഡ് ചെയ്യാതിരിക്കാം അവരുടെ ഫാക്ടർ. എനിക്ക് ഇത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈ ഇൻവെസ്റ്റ്മെന്റിൽ എനിക്ക് പോകാൻ പറ്റുന്ന രാജ്യം ഏതാണ്? ഈ ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ ഇമിഗ്രേഷന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ടെമ്പററി റെസിഡൻസ് എന്നുള്ള ഒരു കാറ്റഗറിയിൽ കൺസിഡർ ചെയ്യുന്നത് കൊണ്ട് തീർച്ചയായിട്ടും പൊളിറ്റിക്കൽ പാർട്ടികൾ ഇതിനെ സംബന്ധമായിട്ടുള്ള അവരുടെ കാഴ്ചപ്പാടുകൾ വെളിവാക്കണുണ്ട്. ചില രാജ്യങ്ങളിൽ അവർ പറയുന്നുണ്ട് ഇത് കൺട്രോൾ ചെയ്യണം. അപ്പൊ അങ്ങനെ ഒരു മാറ്റം വരുന്ന ഒരു സാഹചര്യത്തിൽ എൻ്റെ കാഴ്ചപ്പാട് പറയുവാണെങ്കിൽ ഏറ്റവും മികച്ച വിദ്യാഭ്യാസം എവിടെ നമ്മൾക്ക് കിട്ടുന്നോ അത് നോക്കി പോകണം. കാരണം വിദ്യാഭ്യാസം എന്നും ഒരു അസറ്റ് ആയിരിക്കും. നല്ലൊരു ഡിഗ്രി അത് തീർച്ചയായിട്ടും ഒരു അസറ്റ് ആയിരിക്കും. അതേ സ്ഥാനത്ത് ഇമിഗ്രേഷന്റെ സാധ്യതകൾ മാത്രം പരിഗണിച്ച് ക്വാളിറ്റി ഇല്ലാത്ത നിലവാരമില്ലാത്ത ഒരു വിദ്യാഭ്യാസ പ്രോഗ്രാമിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുമ്പം അതൊരു അസറ്റ് ആവുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല.